അത് സിത്താര മാമല്ലേ തീരുമാനിച്ചത്. എനിക്ക് മടുത്തു തുടങ്ങി. എന്റെ വേഷത്തില് അവള് നവീന്റെ ഒപ്പം നിക്കണ്ട, നവീന്റെ ഒപ്പം യാത്രയും ചെയ്യണ്ട. ഐ കാൻ ടോളറേറ്റ് ദിസ്. ഞാൻ ഇപ്പൊ തന്നെ അവളെ വിളിക്കാൻ പോവാ. എന്തിനാ നീ ബഹളം വെക്കുന്നത്? അവൾ എന്നെ ഇതുവരെ വിളിച്ചില്ല. അവളെ എന്തിനാണ് നവീൻ വിളിച്ചെന്ന് എനിക്ക് അറിയില്ല. അവൾ എനിക്ക് പകരം വേഷം കിട്ടുകയാണെങ്കിൽ ഇവിടെ ഈ വീടിനകത്ത് നമുക്ക് മുന്നിൽ മാത്രം. അല്ലെങ്കിൽ എന്താ സംഭവിക്ക? ഞാനാണെന്ന് കരുതി നവീൻ അവളെ തൊടില്ലേ, ചേർത്ത് പിടിക്കില്ലേ, അവരൊന്നിച്ച് നടക്കില്ലേ? എവിടെയൊരു തോട്ടുവക്കിൽ കിടന്ന് വളർന്നവള് എനിക്ക് കിട്ടേണ്ട സ്നേഹം അവൾ അനുഭവിക്കുന്ന. എന്ത് ശാപത്തിന്റെ പേരിലാണെങ്കിലും എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. എങ്കിലും അവളെ വിളിക്കേ. ഈ നിമിഷം തന്നെ ഇങ്ങോട്ട് വരാൻ പറ. അവളെ മാത്രമല്ല നവീനെയും വിളിക്കേ. എന്നിട്ട് നമ്മള് ചെയ്തോണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നവീനോട് പറയാം. പകരം വേഷം കെട്ടിയവളെയും നിന്നെയും നവീൻ ഒരുമിച്ചങ്ങ് കാണട്ടെ. പിന്നെ അവൻ നിന്നെ തിരിഞ്ഞു നോക്കുമെന്ന് കരുതുന്നുണ്ടോ? സ്നേഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മോളെ, ഇത് തുടങ്ങി വെച്ചപ്പോ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു, ചിലതൊക്കെ സഹിക്കാനായിട്ട് തയ്യാറാവണം. ഈ നടക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല ഞാൻ കൂട്ടുനിൽക്കുന്നത്. നിനക്കൊരു അപകടം ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം. ഇനി അതില്ലാതാക്കണം എന്നുണ്ടെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. പോയി മമ്മിക്ക് എന്നെ ഒട്ടും മനസ്സിലാക്കാൻ പറ്റാതായി. എന്നെ മനസ്സിലാക്കാൻ ഇപ്പൊ ആരുമില്ല. എന്റെ ടെൻഷൻ പങ്കുവെക്കാൻ കൂടി ഇപ്പൊ ആരുമില്ല. സിനി, അവൾ ഇത്ര നേരമായിട്ട് വിളിച്ചിട്ടില്ലെന്നുള്ളത് അവളുടെ അഹങ്കാരത്തിന്റെ സൂചന. ചിലപ്പോ പറ്റാത്ത സിറ്റുവേഷനിലായിരിക്കും മാഡം. എന്ത് സിറ്റുവേഷൻ? എന്നെയാണ് വിളിക്കുന്നത് നമുക്ക് പറയാലോ. ഒരു മിനിറ്റ് ഒന്ന് മാറി നിന്ന് ഫോൺ ചെയ്യാലോ. മോളെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോ ഗാഥ ടെൻഷൻ അടിക്കാതിരുന്നാലാണ് അത്ഭുതം. തിരിച്ചു വരട്ടെ. സിത്താരയുടെ ഡിസിപ്ലിൻ എന്താന്ന് ഞാൻ അവളെ പഠിപ്പിക്കാം.